ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ബിസിനസ് ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ ആകർഷിക്കപ്പെടേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ നിങ്ങളിൽ ആകർഷിക്കപ്പെടുന്നത് പോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമറും നിങ്ങളിൽ ആകർഷിക്കപ്പെടണം. അവിടെയാണ് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളെ ബിസിനസ്സിനെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ ബിസിനസ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് തൻ്റെ ബിസിനസ് പ്രോപ്പറായിട്ട് മാനുവലായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് റൺ ചെയ്യുന്നുണ്ട് എന്നൊരു ബോധ്യം അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു പക്ഷേ ഉണ്ടാകും. എന്നിരുന്നാലും തൻ്റെ ബിസിനസ് ഇവിടെ നിലകൊള്ളുന്നു എന്ന് താൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ ക്ലയൻസ് അല്ലെങ്കിൽ തൻ്റെ സൊസൈറ്റി അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടാവും. അവിടെയാണ് ആകർഷണ സിദ്ധാന്തങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരേണ്ടത്. ഞാനിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ബിസിനസ്സിലേക്ക് കസ്റ്റമറെ എത്തിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താ എന്ന് വെച്ചാൽ അതൊരു പക്ഷേ അഡ്വർടൈസ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് യൂസ്ഫുള്ളായിട്ട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ നൽകുമെന്ന ഉറപ്പ് കിട്ടുന്ന ആൾക്ക് ഉണ്ടാവുക എന്നത് ഉറപ്പ് വരുത്തുന്നതോടുകൂടി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫിക്കൽ മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ തൻ്റെ ബിസിനസ് ഇവിടെ ഉണ്ട് എന്ന് ബോധിപ്പിക്കാൻ പലരും പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് മാധ്യമങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമാണ് റീൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരു അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മളെ സ്ഥാപനത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ചെറിയ പരസ്യം, വലിയ കോസ്റ്റൊന്നും ഇല്ലാത്തൊരു പരസ്യം ജനങ്ങളിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ രണ്ടാമത് പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പരസ്യം അല്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ പുതിയ സാധനങ്ങൾ വരുമ്പോൾ അത് അപ്ഡേറ്റ് നൽകുന്നത് കോലത്തിൽ നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മകളിലൂടെയോ അല്ലെങ്കിൽ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ട് ചെറിയൊരു പേയ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് മെസ്സേജുകൾക്ക് റൂട്ട് നൽകും. അവിടെയും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് അവിടെ റിപ്പീറ്റ് ചെയ്യും. ആ സ്ഥാപനം അന്വേഷിച്ച് അല്ലെങ്കിൽ ഈ റിക്വയർഡ് പ്രൊഡക്റ്റ് അന്വേഷിച്ച് കസ്റ്റമർ എത്തുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒരു റണ്ണിങ് ഫേമായിട്ട് അല്ലെങ്കിൽ റണ്ണിങ് ബിസിനസ്സായിട്ട് അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഇങ്ങനെ നിങ്ങൾ നൽകുന്ന ആ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെയൊക്കെ ആളുകൾ എത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അവർക്ക് നൽകുന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വിശ്വാസം അത് നിങ്ങൾ നിലനിർത്താനും ശ്രമിക്കണം എന്ന് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിലെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ അത് റിപ്പീറ്റഡ് പർച്ചേസിന് അല്ലെങ്കിൽ ന്യൂ പർച്ചേസിന് ക്ലയൻസിനെ എത്തിക്കാനുള്ള ഒരു മാനദണ്ഡമായി മാറും. ഈ മൗത്ത് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറുണ്ട് ബിസിനസ്സിൽ. താൻ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, മറ്റൊരാളോട് അത് സജസ്റ്റ് ചെയ്യും. അവിടെയാണ് മൗത്ത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്. ഈ മൗത്ത് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമായിരിക്കാം എങ്കിൽ പോലും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ഗ്രോത്തിൻ്റെ തുടക്കമായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. അപ്പോൾ
നിങ്ങളൊക്കെ ബിസിനസ്സിൽ ഇൻവോൾവ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് ബോധിപ്പിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ടെക്നിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക്കൽ മൂവുകൾ നിങ്ങൾ ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കണം എന്നതിൽ നിങ്ങൾ ബാക്കോട്ട് പോകരുത്. അവിടെയാണ് നിങ്ങൾ എവിടെയാണോ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രോത്ത്, അവിടെ നിങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നത് നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.